1995 ജൂലൈ 30. ബ്രൂക്ക്ഫീൽഡ്. ജ്ഞാനതളം 8. ശീലങ്ങളും ശപഥങ്ങളും. വാസനകളെ എങ്ങനെ ഇല്ലാതാക്കാം? ശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാം ചോദ്യമാണിത്. ശീലങ്ങൾ നിങ്ങൾക്ക് വേദന തരികയും നിങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനാൽ അവയെ ഇല്ലാതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി ബന്ധിക്കുന്നതാണ് വാസനയുടെ സ്വഭാവം. ജീവന്റെ സ്വഭാവമാകട്ടെ സ്വതന്ത്രമാകുക എന്നതാണ്. സ്വതന്ത്രമാകാനുള്ള വഴി നിശ്ചയമില്ലാതിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ ജന്മങ്ങളോളം അത് അലഞ്ഞു നടക്കുന്നു. ശീലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ശപഥങ്ങൾ. ശപഥങ്ങൾ സമയബന്ധിതങ്ങളായിരിക്കണം. പുകവലി നിർത്തുമെന്ന് ഒരാൾ തീരുമാനിച്ചുവെന്ന് വിചാരിക്കുക. എന്നാൽ അയാളെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ താൻ 5 ദിവസത്തേക്ക് പുകവലിക്കുകയില്ല എന്ന ശപഥം അയാൾക്കെടുക്കാം. ശപിക്കുകയും ആണയിടുകയും ചെയ്ത് ശീലിച്ച ഒരാൾക്ക് താൻ 10 ദിവസത്തേക്ക് ചീത്ത വാക്കുകൾ ഉപയോഗിക്കില്ല എന്ന് ശപഥം ചെയ്യാം. ജീവിതകാലത്തേക്ക് മുഴുവൻ ഒരു ശപഥമെടുക്കരുത്. ഉടനെ തന്നെ നിങ്ങളത് ലംഘിക്കും. എന്തായാലും ലംഘിച്ചുവെങ്കിൽ അതിനെ ചൊല്ലി വിഷമിക്കേണ്ട, വീണ്ടും തുടങ്ങിയാൽ മതി. ശപഥം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ തുടങ്ങാൻ മറ്റൊരു കാലയളവ് വെച്ച് വീണ്ടും തുടങ്ങുക. പതുക്കെ പതുക്കെ ശപഥത്തിൻ്റെ നീളം കൂട്ടി അത് നിങ്ങളുടെ സ്വഭാവമാകുന്നതുവരെ അങ്ങനെ തന്നെ തുടരുക. ഇതാണ് സംയമം. എല്ലാവരും അല്പം സംയമം കൊണ്ട് അനുഗ്രഹീതരാണ്. മനസ്സ് വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് പോകുമ്പോൾ നിരാശ തോന്നും. നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുകയും ഒരു പുരോഗതിയും ഉണ്ടായില്ലല്ലോ എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. ഇതല്ലെങ്കിൽ സംയമനത്തിനുള്ള അവസരമായി അതിനെ കണ്ടിട്ട് നിങ്ങൾ അതിൽ സന്തോഷിക്കൂ. ചീത്ത ശീലങ്ങൾ നിങ്ങളുടെ വികാസത്തിന് തടസ്സമാവുകയും നിങ്ങളുടെ ജീവോർജത്തെ ചോർത്തിക്കളയുകയും ചെയ്യും. സംയമമില്ലാത്ത ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും ഉണ്ടാവുകയില്ല. ഉദാഹരണത്തിന്, അമിതമായി ആഹാരം കഴിക്കരുത് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ചെയ്താൽ രോഗം വരും. ആത്മനിയന്ത്രണം പരിശീലിക്കുന്നതിലൂടെ ജീവിതത്തിനെ ശുഭാത്മകമായ ദിശയിലേക്ക് തിരിച്ചുവിടാനും ഏതു ശീലത്തെയും അതിവർത്തിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇന്നു തന്നെ സമയബന്ധിതമായ ഒരു ശപഥമെടുത്ത് അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കൂ. ശപഥം ലംഘിച്ചുവെങ്കിൽ അത് കുറിച്ചു വെച്ച് അടുത്ത സത്സംഗിൽ അതിൻ്റെ സമയവും തീയതിയും എല്ലാവരുമായി പങ്കുവയ്ക്കുക. വീണ്ടും ഇത് തുടരുക. നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്ന ശീലങ്ങളെ സംയമത്തിൽ ബന്ധിക്കൂ. ജയ് ഗുരുദേവ്.